ഈ കാണുന്ന കുഞ്ഞൻ ഫാനിന് 13,000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരൂ. നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. കാരണം 500 റിയാലിന് മുകളിലും വില വരുന്ന ഒരു കുഞ്ഞൻ ഫാനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ 13,000 രൂപ കൊടുക്കണം നമുക്ക് എന്തോരം വലിയ ഫാന് വാങ്ങിച്ച് കാറ്റ് കൊള്ളാമല്ലേ. ഈ ഒരു കുഞ്ഞൻ ഫാനിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എ സിക്കുള്ളിലെ അല്ലെങ്കിൽ വണ്ടിക്കുള്ളിലെ എ സിയിൽ നിന്നും എ സിയെ എല്ലായിടത്തും തണുപ്പിനെ എത്തിക്കുന്ന ഒരു ഫാനാണ്. ഈ ഫാന് വഴിയിട്ടാണ് എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തണുപ്പും. ഇതുപോലെ തന്നെ ഈ കണ്ടുപിടിക്കുന്ന ഫിൽറ്ററും ഭയങ്കര വിലയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ മേടിക്കണമെങ്കിൽ 40 റിയാലും ഒറിജിനലാണ് മേടിക്കുന്നുണ്ടെങ്കിൽ 120 റിയാലും കൊടുക്കണം കേട്ടോ. ഓരോ സാധനത്തിൻ്റെയൊക്കെ വില ഒരു രക്ഷയില്ല. നമ്മുടെ നിസാൻ്റെ നവരയിൽ ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ ഓരോ കംപ്ലയിൻറ്റുകളോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ കംപ്ലയിൻറ്റുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ നിസാൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എ സിയിലാണ് നമ്മൾ തുടങ്ങുന്നതിന്. എ സി ഈ സമയത്ത് ചൂട് സമയത്ത് എ സി ഇല്ലാതെ നമുക്ക് ഒരു ശകലം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം. ഈ 50 ഡിഗ്രി പൊള്ളുന്ന ചൂടത്ത് എ സി ഇല്ലാതെ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും മാറേണ്ട സമയങ്ങൾ കഴിഞ്ഞിട്ട് പോകും. എയർ ഫിൽറ്ററുകളെല്ലാം തന്നെ മാറേണ്ട സമയങ്ങൾ എത്രയോ നാളുകൾക്ക് മുന്നേ കഴിഞ്ഞതാണ്. ഹോൾ വരെ വീണ് തുടങ്ങി. എന്നിട്ട് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ മാറണം. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മാറാനായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറാനുണ്ട്, ഓയിൽ ഫിൽറ്റർ മാറാനുണ്ട്. അങ്ങനെ ഒരുപാട് ഫിൽറ്ററുകളുടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പരപരവായി കിടപ്പുണ്ട് വരാനായിട്ട്.